ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണ പരാതിയുമായി യുവതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതി പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതി നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയെന്നാണ്. എന്നാൽ ഷിയാസ് കരീം ഈ പരാതി തള്ളിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിലെ വിശദവിവരം ഇങ്ങനെയാണ്. 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനിലായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് എന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു. കുടുംബ സ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിൽ തന്നെ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം നൽകി. എന്നെ ആജീവനാന്തം ഒപ്പം നിർത്താമെന്നും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് എന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ എടുക്കാനും വിവാഹ സൽക്കാരം നടത്താനുമെല്ലാം എന്റെ കയ്യിൽ നിന്ന് ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും ഞാനുമായി ഷിയാസ് അടുപ്പം തുടർന്നു. കൊച്ചിയിലും കോഴിക്കോടും പല ഹോട്ടലുകളിലും ഞാൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി. ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സുഹൃത്തുമായി കോഴിക്കോട്ടുള്ള എന്റെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി. ഇതടക്കം ഷിയാസിനൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ആകെ 49 ലക്ഷം രൂപ തട്ടി. എന്നാൽ യുവതി പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കളവാണെന്നും തന്റെ കയ്യിൽ നിന്നാണ് സ്വർണവും പണവും തട്ടിയതെന്നാണ് ഷിയാസ് പറയുന്നത്.